നമസ്കാരം ആഘോഷയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് സാധാരണഗതിയിൽ അൺറിയൽ എഞ്ചിൻ ഓപ്പൺ ചെയ്ത് നമ്മൾ എന്തെങ്കിലും പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമുള്ള ലൈറ്റ് ആയിരിക്കില്ലേ, സ്കൈലൈറ്റ്. നമുക്ക് ഭയങ്കര എക്സ്പോഷർ കൂടുതലായതുകൊണ്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര കണ്ണിനൊക്കെ ഒരു ഇറിറ്റേഷൻ ആണ്. അപ്പോൾ അതിന് വരെ ഇങ്ങനെ സ്റ്റൈലിഷ് ആയിട്ടുള്ള നൈറ്റ് സ്കൈ, അതുപോലെ മഴ പെയ്യുന്ന എഫക്റ്റുകൾ, പിന്നെ ഈ വൈകുന്നേരത്തിൻ്റെ ഒരു എഫക്റ്റ്, പിന്നെ അതേപോലെ സാധാരണഗതിയിൽ ആകാശത്ത് ഈ ക്ലൗഡൊക്കെ കാണുന്ന ഒരു വൃത്തിയുള്ളൊരു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഡിഫോൾട്ട് ആയിട്ട് ഇതിൽ സെറ്റിങ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്കൊരു പ്ലഗിൻ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അത് രണ്ടും എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഈ പ്ലസ് ബട്ടണിൽ വന്നു കഴിഞ്ഞിട്ട് അതിൽ വിഷ്വൽ എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. വിഷ്വൽ എഫക്ട്സ് അതിനകത്ത് വന്നു കഴിഞ്ഞാൽ പോസ്റ്റ് പ്രോസസ് വോളിയം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് പ്രോസസ് വോളിയത്തിനുള്ളിൽ മാത്രമേ ഈ എഫക്റ്റുകൾ വർക്ക് ആവുള്ളൂ. അപ്പോൾ അത് ഫുള്ളായിട്ട് വർക്ക് ആവാൻ എന്ത് ചെയ്യുക, ഈ ഒരു ഏരിയയിൽ വന്നിട്ട് അതിൻ്റെ ലൊക്കേഷൻ ഒന്ന് റീസെറ്റ് ചെയ്യുക. അതേപോലെ സ്കെയില് 1000 കൊടുക്കുക, 1000. അപ്പോൾ നിങ്ങളുടെ പ്രൊജക്റ്റ് എത്രത്തോളം വലുതാണോ അതിനനുസരിച്ച് പോസ്റ്റ് പ്രോസസ് വോളിയത്തിൻ്റെ സൈസ് കൂട്ടണം കേട്ടോ. സെർച്ച് കുളത്തിൻ്റെ അകത്ത് വരിക, എന്നിട്ട് അവിടെ എക്സ്പോഷർ സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സ്പോഷറിൻ്റെ അഡ്വാൻസ് സെറ്റിംഗ്സ് കാണാൻ പറ്റും കേട്ടോ. ഇത്തിരി മേലോട്ടേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ എക്സ്പോഷറിനാണോ കൺഫേം ഒക്കെ താഴെ വന്നിട്ട് അഡ്വാൻസ്ഡ് വന്നിട്ട് ഈ 4 ഓപ്ഷനില്ലേ, ഇത് 4 അങ്ങോട്ട് ടിക്ക് ചെയ്യുക. ലോ പ്രസൻറ്റ്, ഹൈ പ്രസൻറ്റ്, ഹിസ്റ്റോഗ്രാം മിനിമം, ഹിസ്റ്റോഗ്രാം മാക്സിമം എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഈ 4 ടിക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ വാല്യൂസ് ഒക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. ലോ പ്രസൻറ്റ് കുറച്ച് കയറ്റുക, അതുപോലെ ഹൈ പ്രസൻറ്റ് കുറച്ചേക്ക് കുറയ്ക്കുക, ഹിസ്റ്റോഗ്രാം മിനിമം കൂട്ടി വെക്കുക. അപ്പോൾ എന്തായി, ലൈറ്റ് ഒരുപാട് അങ്ങ് ഡിമ്മാവും. കറക്റ്റ് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമുക്ക് കണ്ണുകൊണ്ടൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു എന്തായാലും കൂളായിട്ടുള്ള എൻവയോൺമെൻറ്റ് കിട്ടി. ഇപ്പോൾ കുറച്ചുകൂടെ ഡാർക്കായി. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ ലൈറ്റ് സെറ്റ് ചെയ്യേണ്ടത് ആ മോഡൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊജക്റ്റ് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഒരു പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാനുള്ള കാര്യം അടുത്തായിട്ട് പറയാം. കണ്ടന്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ ഡൗൺലോഡ് ചെയ്ത് അൾട്രാ ഡൈനാമിക് സ്കൈ എന്ന് പറഞ്ഞ ഒരു പാക്കേജാണ്. അതിൻ്റെ അത് ബ്ലൂ പ്രിന്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു അൾട്രാ ഡൈനാമിക് സ്കൈ എന്നുള്ള ഒരു ബ്ലൂ പ്രിന്റ് കണ്ടോ, അത് ബ്ലൂ പ്രിന്റ് ക്ലാസ്സിന് ജസ്റ്റ് ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഇപ്പം നമ്മൾ ഈ ഒരു ബ്ലൂ പ്രിന്റ് ആഡ് ചെയ്തിട്ടും ഒരു മാറ്റവും കാണാൻ പറ്റില്ല. അതുപോലെ സെറ്റിംഗ്സിൻ്റെ അത് ചേഞ്ച് വരുത്തിയാലും കാണാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താ പറയുക, ഓൾറെഡി ഇവിടെ ഡയറക്റ്റ് ലൈറ്റും അതുപോലെ സ്കൈ ലൈറ്റൊക്കെ ഓൺ ആയി കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റ് കാരണം ഇത് മങ്ങിപ്പോയതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സെറ്റിംഗ്സുകളും ഡിലീറ്റ് ചെയ്യുക. സ്കൈ ലൈറ്റ്, സ്കൈ അറ്റ്മോസ്ഫിയർ, അതേപോലെ ഡയറക്റ്റ് ലൈറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലൈറ്റ് നിന്ന് സെർച്ച് ചെയ്താൽ മതി കുളത്തിലിട്ടോ. എന്നിട്ട് അതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ലൈറ്റ്, LIGHT ലൈറ്റ്, അതൊന്ന് ഡയറക്റ്റ് ലൈറ്റ് എന്നുള്ള ഇതും ഡിലീറ്റ് ചെയ്യുക. ഇപ്പോൾ അൾട്രാ ഡൈനാമിക് സ്കൈൻ്റെ ലൈറ്റാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. വീണ്ടും അൾട്രാ ഡൈനാമിക് സ്കൈൻ്റെ സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ടൈം ഓഫ് ഡേ എന്ന് കാണാൻ പറ്റും. അതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കി. ഇത്തിരി ബാക്കോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ പുലർച്ചെ, മൂണൊക്കെ അപ്പിയർ ആയിട്ടുണ്ടല്ലോ, അടിപൊളിയുണ്ട് അല്ലേ. ഇതേപോലെ കുറേ മുന്നോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ ഉച്ചയാവും, കുറച്ചുകൂടെ മുന്നോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ സന്ധ്യാസമയം വൈകുന്നേരമാവും. കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, ഒരു ഉച്ച ടൈം ആയില്ലേ, ഒരു ഉച്ചരാന്ന് പറയില്ലേ, അതേപോലെ ആയി. കുറച്ചുകൂടെ മുന്നോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ ഈവനിങ്, നല്ല ശ്യാമസന്ധ്യ നീങ്ങട്ടെ. കണ്ടാ, സൂര്യൻ അവിടേക്ക് വന്നിട്ട് ഒരു വൈകുന്നേരത്തിൻ്റെ എഫക്റ്റ് കിട്ടിയ. ഇനി മുന്നോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ രാത്രിയാവും കേട്ടോ. കണ്ടോ, നൈറ്റ് അപ്പിയർ ആണ്. കണ്ടോ, ഒരു 6:30, 6:45, 7 മണിയൊക്കെ ആകുന്ന സമയത്ത് ഈ പോലെ ഒരു മഞ്ഞ ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലൊരു ഈവനിങ് കിട്ടും. ഇതൊക്കെ നമുക്ക് ശരിക്കും എന്തെങ്കിലും ഷോർട്ട് ഫിലിംസിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അതിന് പറ്റിയ സീനൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് നീക്കി കഴിഞ്ഞാൽ രാത്രിയായി, സ്റ്റാർസൊക്കെ അപ്പിയറായി, ക്ലൗഡുകളൊക്കെ അവിടെ കറുത്ത കളറിൽ കാണാൻ തുടങ്ങി. ഇങ്ങനെ നല്ല ഭംഗിയിൽ നമുക്ക് ഈ ഒരു ഔട്ട് എടുക്കാം. ഇതിൽ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട് കേട്ടോ. ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ആണ്. നമ്മളിതൊന്നും ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നൊന്നും തീരുമില്ല. താഴേക്ക് ഒരുപാട് സ്ക്രോൾ ചെയ്ത് പോകാണ്ട്, ഫോഗ് ആഡ് ചെയ്യാണ്ട്, ക്ലൗഡിൻ്റെ കവറേജ്, അതുപോലെ ഒരുപാട് എന്തൊക്കെയോ സെറ്റിങ്സ് നമ്മൾ ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറത്തുള്ള സെറ്റിങ്സ് ഇതിൽ കാണുന്നുണ്ട്. ഞാനിതിപ്പോഴാണ് നോക്കുന്നത്. എനിക്ക് ഇരുന്നൊന്നും നോക്കാനുള്ള ടൈം ഉണ്ടോ. അപ്പോൾ തൽക്കാലം നിങ്ങൾ ഇതൊക്കെ നോക്കുക കേട്ടോ. ഇത് കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിൻ്റെ അകത്തേക്ക് മഴ ആഡ് ചെയ്യുന്നത് എങ്ങനെ കാണിച്ചു തരാം കേട്ടോ. വീണ്ടും കണ്ടന്റ് ഡ്രോവർ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് അൾട്രാ ഡൈനാമിക് സ്കൈ എന്ന് പറഞ്ഞാൽ ലൈറ്റ്നിങ്ങിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. അത് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക എവിടേക്ക്, വെറുതെ അങ്ങോട്ട് വലിച്ചിട്ടാൽ മതി കേട്ടോ. തുടങ്ങി, നല്ല അടിപൊളി കോരി ചേരുന്ന മഴ തുടങ്ങിയില്ലേ. അവരെ ദൂരെ അതാ അവിടെ ലൈറ്റ്നിങ് ഉണ്ട്, ഇടിമിന്നൽ വന്നു. ഞങ്ങളിവിടെ മിന്നൽ എറിയാന്ന് പറയും. നിങ്ങളെന്താ പറയുന്നത്, മിന്നലടിക്കുക, മിന്നലെറിയുക എന്നൊക്കെ പറയും. നിങ്ങളെന്താ പറയുന്നത്. അപ്പോൾ അതേപോലെ മഴയും കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ അൾട്രാ ഡൈനാമിക് വെതർ എന്നുള്ളൊരു ഓപ്ഷനാണ്. വെതറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മഴ നിങ്ങൾക്ക് മഞ്ഞ കളറിൽ സെലക്ട് ചെയ്ത് കാണാൻ പറ്റും. ഈ മഴയുടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. വിൻഡ് ഡയറക്ഷന്, ക്ലൗഡ് കവറേജ്, ഫോഗ്, വിൻഡ് ഇൻറ്റൻസിറ്റി, റെയിൻ ഇൻറ്റൻസിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സ്നോ വേണമെങ്കിൽ മഞ്ഞില്ലേ, മഞ്ഞിങ്ങനെ പെയ്യുന്ന അത് ആഡ് ചെയ്യുക. അങ്ങനെ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട് കേട്ടോ. എനിക്കിത് കണ്ടിട്ട് തല ഇറങ്ങണം, എന്ന് ഇരുന്ന് ചെയ്യാൻ മാത്രമേ ഉണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ തന്നെ ഞാൻ എക്സൈറ്റഡ് ആയി. നമുക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻസ് വീഡിയോ എന്തായാലും ചെയ്യണം, ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൻ്റെ അകത്ത് ഇത് ആഡ് ചെയ്യുന്ന പോലെ കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ലൈറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, അതേപോലെ സ്നോ ഒക്കെ ആഡ് ചെയ്യുക. നല്ല ഭംഗിയുള്ള
പ്രോജക്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാക്കേജ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ എപ്പിക് ഗെയിമിൻ്റെ മാർക്കറ്റ് പ്ലേസിൽ നിന്നാണ്. അതിന് എങ്ങനെ ഈ പാക്കേജുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ വിശദമായിട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ആഡ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഇനിയും അത് ചെയ്ത് ലാഗ് കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റിൽ വീഡിയോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.